Hello everyone, welcome back to Silent Learning. It's me Jamshad, you can call me JD. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവന്റ് ഇൻവിറ്റേഷൻ. ഈ ഇവന്റ് ഇൻവിറ്റേഷൻ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് എങ്ങനെ ചെയ്യണം എന്നതിന്റെ ഫോർമാറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകണം. സോ ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. മാത്രമല്ല നമ്മുടെ മെഗാ മാരത്തോൺ വരാനിരിക്കുന്നുണ്ട്, അത് മിസ് ചെയ്യരുത്. അതിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ഡിസ്കോഴ്സുകളും ഗ്രാമറും ഒക്കെ നമ്മൾ അടിപൊളിയാക്കി പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഇവന്റ് ഇൻവിറ്റേഷൻ ഇങ്ങനെയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആനുവൽ എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്ന് നോക്കിക്കോ. With the support of the Young Innovators Program, you have developed an innovative device named EcoClean Extractor എന്ന് പറഞ്ഞൊരു ഡിവൈസ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ടു റിമൂവ് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു ഗ്രാൻഡ് ലോഞ്ച് നിങ്ങൾ സെറ്റാക്കാണ്. നമ്മുടെ ശ്രീകാന്ത് ബോലയില്ലട അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ് പ്രോഗ്രാമിലേക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യണോ? അല്ല, അദ്ദേഹം ഓൾറെഡി ഇൻവൈറ്റഡ് ആണ്, അദ്ദേഹം സെറ്റാണ്. അപ്പോൾ ഇവന്റ് ഇൻവിറ്റേഷൻ റിക്വസ്റ്റ് ചെയ്യാൻ അടുത്തുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. അടുത്തുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പ്രിപ്പയർ എ ഫോർമൽ ഇവന്റ് ഇൻവിറ്റേഷൻ ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് നാച്ചുറൽ എന്തൂസിയാസിസ്റ്റ്. ഓക്കെ, ആരൊക്കെയാണ്? സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും നാച്ചുറൽ എന്തൂസിയാസിനെയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വെച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബേർഡ് എക്സിബിഷൻ ആണ്. സാലിം അലിയുടെ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അവരെന്താക്കാണ്, ബേർഡ്സ് അതിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ടൊരു ബേർഡ് എക്സിബിഷൻ നടത്തുകയാണ്. അപ്പോൾ ഏത് പ്രോഗ്രാം ആണെന്നും ആരെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്നും നമ്മൾ നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നമുക്ക് എന്തായിരിക്കണം, ഡേറ്റ്, ടൈം, വെന്യൂ ഒക്കെ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ബ്രീഫ് നോട്ട്സും നമ്മുടെ ഈ ഒരു ഇൻവിറ്റേഷനിൽ ഉണ്ടായിരിക്കണം. 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ചിലപ്പോൾ 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോസ് ആൻസർ നമുക്ക് നോക്കാം. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ആൻ എത്നിക് ഡേ സെലിബ്രേഷൻ. എത്നിക് ഡേയിൽ എന്തായിരിക്കും, നമുക്ക് ആ ഒരു കൾച്ചറൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും വരിക. ഐശ്വര്യ ഋതുപർണ പ്രധാൻ, ഫസ്റ്റ് ഇന്ത്യൻ ട്രാൻസ്ജെൻഡർ സിവിൽ സർവീസ് ഓഫീസർ, നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഗസ്റ്റ് ആയിരുന്നു. കൺസെന്റഡ് ടു ബി ദ ചീഫ് ഗസ്റ്റ് ഓൺ ദ ഒക്കേഷൻ. ഈ ഒരു എത്നിക് ഡേ സെലിബ്രേഷനിൽ ആരാ ഗസ്റ്റ്? നമ്മുടെ ഐശ്വര്യ ഋതുപർണ പ്രധാനാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആരാ ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ ഒക്കെ ഇൻവൈറ്റ് ചെയ്യാം. തൽക്കാലം നമ്മൾ സ്കൂൾ നടക്കുന്നതാണല്ലോ, ലിറ്റററി ക്ലബ്ബാണല്ലോ. അപ്പോൾ സ്കൂളിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ഇൻവിറ്റേഷന്റെ ഒരു മോഡൽ നമ്മൾ നോക്കുന്നു. ഈ ഒരു മോഡൽ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സെറ്റാക്കുക, പവർഫുൾ ആക്കുക. നമുക്ക് ആ ഒരു മോഡൽ ആൻസറിലേക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു എൻഡ് ഗെയിം ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾ ലഭിക്കാൻ പോകുന്നത്. സോ ഇത്രയും ഫീച്ചേഴ്സുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി. യെസ്, നമ്മുടെ ക്രിസ്മസിന്റെ വെക്കേഷൻ ഒക്കെ കഴിയുകയും അല്ലെങ്കിൽ ജനുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന്റെ ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് അടക്കാം. ജോയിൻ ചെയ്യാതെ പെട്ടെന്ന് ചോദിച്ചു ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഫസ്റ്റ് ഒരു ബോക്സ് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു ബോക്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ഏത് സ്കൂളാണെന്നുള്ളത്, ഏതെങ്കിലും ഒരു സ്കൂൾ XYZ തന്നെ കൊടുക്കാം. ABC സ്കൂൾ. എത്നിക് ഡേ സെലിബ്രേഷൻ എന്താണ്, പ്രോഗ്രാം ഇവന്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്, അതിൽ എന്തൊക്കെ ഉണ്ടാക്കും, ആരെയാണ് മെയിൻ ഗസ്റ്റ്, അതിലെ പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് അതിൽ നടക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ, ലിറ്റററി ക്ലബ് ഓഫ് സ്കൂൾ ഡിലൈറ്റഡ് ടു അനൗൺസ് ദാറ്റ് വി ആർ ഹോസ്റ്റിംഗ് ആൻ എത്നിക് ഡേ സെലിബ്രേഷൻ ടു ഓണർ അവർ റിച്ച് കൾച്ചർ ആൻഡ് ട്രഡീഷൻ. നമ്മുടെ ട്രഡീഷനും കൾച്ചറും ഒക്കെ എന്താക്കാൻ വേണ്ടിയിട്ട്, അതിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. ഏത് പരിപാടിയാണെങ്കിലും, നേരത്തെ നമ്മൾ ബേർഡിന്റെ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാ? അതിനെ പറ്റിയുള്ള അറിവ് ആൾക്കാർക്ക് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താക്കാം, നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദ ഇവന്റ് വിൽ ബി ഗ്രേസ്ഡ് ബൈ എ വെരി സ്പെഷ്യൽ. ഈ ഒരു ടേം നിങ്ങൾക്ക് എല്ലാ ഇവന്റ് ഇൻവിറ്റേഷനിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആരാണ് ഇതിൽ വരിക? ഐശ്വര്യ ഋതുപർണ പ്രധാൻ എന്ന് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റും. എന്നിട്ട് അവസാനം അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഇവിടെ എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കണം. അതല്ലാതെ സ്റ്റുഡൻസ് ആർ എൻകറേജ്, ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ന ഡ്രസ്സ് ഇട്ട് വരണം എന്ന് അവരോട് പറയുന്ന ഒരു സെന്റൻസ്. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാം, ഈ ഒരു പ്രോഗ്രാം അടിപൊളിയാക്കാം. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു കാരണവശാലും പറ്റാത്തതാണ് ഡേറ്റും ടൈമും വെന്യൂ. ഇത് നിങ്ങൾ എന്താക്കുക, ഒരു വേറെ സ്പെസിഫിക് ആയിട്ട് ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്, ഇതിൽ ആരെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, നേരത്തെ
ആ ഒരു ടെക് പ്രോഗ്രാമിലേക്ക് ഉദ്ദേശിച്ചുള്ള ആരാണ്? ആ ഒരു പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഉദ്ദേശിച്ചുള്ള ആരാണ്? അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്. അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്യുക. ഇവിടെ എന്താണ്? സ്റ്റുഡൻസും സ്റ്റാഫുമാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അതുപോലെ തന്നെ പ്ലേസ് എവിടെയാണ്, ഡേറ്റും കൊടുക്കുക. എന്നിട്ട് സിഗ്നേച്ചറും ലിറ്റററി ക്ലബ്ബ് സെക്രട്ടറിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ബോക്സ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഈ ഒരു ഫോർമാറ്റിലാവണം ഇനിയുള്ള ഇവന്റ് ഇൻവിറ്റേഷൻ നിങ്ങൾ സെറ്റ് ആക്കേണ്ടത്. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താക്കുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള പിന്നെ മറ്റു വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കാം. ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഈ ഒരു മെഗാ മാരത്തോൺ വരുന്നത്. സോ മിസ് ചെയ്യരുത്, നിങ്ങൾ എല്ലാവരും അതിലുണ്ടായിരിക്കുക. ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ഇറ്റ്സ് ബൈ. യു ക്യാൻ കോൾ മീ ജെഡി. ബൈ ബൈ. താങ്ക് യു.